നമ്മുടെ മുകേഷ് അംബാനിയുടെ മകന്റെ വെഡിങ്ങില് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു വെഡിങ് എന്നൊക്കെ പറയാം, പല സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നു. സോ അവിടെ അതിന്റെ പിന്നിലെ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് ഒന്ന് ആലോചിച്ചു, അത് മാനേജ് ചെയ്ത ആള് എന്താ, അയ്യോ എന്തോരോ ആക്ടിവിറ്റീസ് ആണ്. കാരണം അത്രയും വലിയ സെലിബ്രിറ്റീസ് വരാണ്, അവർക്ക് ഒരു അവരുടെ ഓരോ കാര്യങ്ങളും നോക്കി അവർക്ക് ഫംഗ്ഷൻ ഒരു സക്സസ് ആക്കുക. അയ്യോ, അതും ആക്ച്വലി ലോജിസ്റ്റിക്സ്. ഈ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞാൽ, ഇതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ ജോലി കിട്ടും? ഉടനെ തന്നെ പലരും പറയാം വെയർ ഹൗസിലല്ലേ സാറേ, വെയർ ഹൗസ് അല്ല, പിള്ളേർക്കൊക്കെ ഉള്ളൊരു തോട്ടാണ് ഒന്നല്ലെങ്കിൽ വെയർ ഹൗസ്, അല്ലെങ്കിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രി, എയർലൈൻ, കാർഗോ ഇൻഡസ്ട്രി. ഇത് മാത്രമാണ് പിള്ളേരുടെ തോട്ടിലുള്ളത്. കോഴ്സ് കഴിയുന്നു, ഏതെങ്കിലും ഒരു നല്ല വെയർ ഹൗസിൽ ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ പോയി ഡോക്യുമെന്റേഷനിൽ നല്ലൊരു ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യുന്നു. ഇത് മാത്രമാണ്. പക്ഷെ ഇത് മാത്രമല്ല. സോ ചാന്ദിനി, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എനിക്കും അറിയാം, ചാന്ദിനിക്കറിയാം അല്ലേ? പക്ഷെ പലർക്കും ഈ മേഖല കേട്ടിട്ടുണ്ടാവും, എന്താണ് ഈ സംഗതി, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി എന്താണ്, ഈ സെക്ടർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ഇതിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് പലർക്കും അറിയില്ല. ആ ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ് അല്ലേ? ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പല സ്ഥലത്തായിട്ടും, ഈവൻ പല അഡ്വർടൈസ്മെൻറ്റിലായിക്കോട്ടെ, പല ന്യൂസ് ആർട്ടിക്കിൾസിലായിക്കോട്ടെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റുഡൻറ്റിനോ ഇതെന്താണ് സംഗതി, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിന് ഒരുപാട് കോഴ്സസും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചാന്ദിനിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ സാധാരണ ഒരാളാണ്, ഒരു വിദ്യാർത്ഥിയാണ്, ഈ ഒരു മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലാണ്, ഈ മേഖലയെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ, ഇപ്പോൾ ചാന്ദിനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ എനിക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ എങ്ങനെ ലോജിസ്റ്റിക്സ് എന്താണെന്ന് എനിക്ക് എങ്ങനെ ക്ലിയർ ആക്കി തരും? നമ്മൾ ഒരു 8 വർഷം മുന്നേ, അതായത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ അധികം ആർക്കും അറിയുന്ന ഒരു ഏരിയ അല്ല ലോജിസ്റ്റിക്സ്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും യൂസ്ഡ് ടു ആണ് ഈ ഒരു വേർഡിനോട്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. നമ്മളൊക്കെ നേരിട്ട ഒരു ക്വസ്റ്റ്യൻ, ലോജിസ്റ്റിക്സോ അതെന്താ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കുട്ടികൾ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾക്ക്, പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ പുറത്തുള്ളവർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ട് എന്താണ് ആ സംഭവം എന്നുള്ളത്. റോ മെറ്റീരിയൽ മാനുഫാക്ചറിങ് ഫേമിൽ എത്തുന്നു, പ്രൊഡക്ഷൻ നടക്കുന്നു, പ്രോഡക്റ്റ് ആവുന്നു, എൻഡ് കസ്റ്റമറിൻ്റെ അടുത്ത് കസ്റ്റമർ അത് കൺസ്യൂം ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നുണ്ടാവും, കാരണം ഇതിനെക്കുറിച്ച് ആളുകൾ അത്രയും സംസാരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു സങ്കടം എന്താണെന്നറിയോ അജ്മൽ, നമ്മൾ പഠിക്കുന്ന കുട്ടികൾ, നമ്മൾ പഠിപ്പിക്കുന്ന പിള്ളേർ എന്താണ് നിങ്ങൾ ലോജിസ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കിയെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഇറ്റ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. പക്ഷെ അവർ ആ ഒരു പ്രോസസ്സിനെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞ് ഒതുക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അത് അത്ര അങ്ങോട്ട് എഗ്രി ചെയ്യാൻ പറ്റാറില്ല. സാറിൻ്റെ ഒരു അവസ്ഥ എന്താ? കാരണം അതിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലേ. ആ ഒരു മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഒതുക്കാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാലേ, നമ്മൾ ഈ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ഉത്തരം പറയണം. അതെ അതെ. കാരണം നാളെ ഈ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, എന്തെങ്കിലും ചോദിച്ചാൽ എന്താ ലോജിസ്റ്റിക്സ്, പടച്ചമ്പരാണ് ഇപ്പോൾ ആ കൂടെ അറിയുന്ന ഉത്തരം മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. സാർ ഇറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ. സോ അവർക്കൊരു ഉത്തരം പറഞ്ഞാൽ മതി. ശരിയാണ്, ആ ഉത്തരം തെറ്റൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു പ്രോസസ്സിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ്, ഓക്കെ, നമുക്കൊരു ഉൽപ്പന്നത്തെ എടുത്ത് നമുക്കതിനെ സംസാരിക്കാം. ഇപ്പോൾ നമുക്കറിയാമല്ലേ, ചാന്ദിനിക്ക് അച്ചാർ ഇഷ്ടമാണോ? ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അച്ചാർ ഏതാ? മാങ്ങ അച്ചാറാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ണി മാങ്ങ അച്ചാറാണ്. ഒരുപാട് നാളെ കഴിച്ചിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന അച്ചാറിനെ കുറിച്ച് പറയാനല്ല വന്നത്. ഇപ്പൊ അച്ചാർ അല്ലെങ്കിൽ പിക്കിൾ എന്ന് പറയുന്ന ഉൽപ്പന്നം ബേസിക്കലി നമ്മുടെ മലയാളിയുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ്, ഒരു സൈഡ് ഡിഷാണ് അല്ലേ? കാരണം അതില്ലാതെ ഊണ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് പലർക്കും തോന്നും ഈ അച്ചാർ എന്ന് പറഞ്ഞ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നിസാര ഉൽപ്പന്നം അല്ല, നമ്മൾ വലിയൊരു പ്രൊഡക്റ്റാണ്, ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള പ്രൊഡക്റ്റായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. കാരണം ഇന്നൊരു പുതിയ കമ്പനി ഒരു അച്ചാറായിട്ട് വന്ന് നമ്മളത് ട്രൈ ചെയ്യാൻ റെഡിയാണ്. കാരണം എത്രത്തോളം സെയിൽ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്കതിനെ പറയാം. ഓക്കെ, നമുക്കൊരു പിക്കിൾ മാനുഫാക്ചറിങ് എന്ന എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, സോ നമുക്കൊരു പിക്കിളായിട്ട് ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? നമുക്കൊരു ലാൻഡ് വേണം അല്ലേ, അതിലുള്ള ഏരിയ വേണം. ഇപ്പം നമ്മൾ ലാൻഡ് സംഘടിപ്പിക്കുന്നു. നമ്മൾ ആ ഒരു നമ്മുടെ സിനിമ അല്ലേ, മിഥുനം സിനിമയിൽ നമ്മുടെ മോഹൻലാൽ ദാക്ഷായണി ബിസ്ക്കറ്റ്സിന് വേണ്ടി കിടന്ന പടാപ്പാറ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ലാൻഡ് റെഡിയാക്കണം, അതിനുള്ള പേപ്പർ റെഡിയാക്കണം, സാങ്ഷൻ, അത് ഇത് മറ്റേത് മറിച്ചത് എല്ലാം റെഡിയാക്കി വന്നു കഴിഞ്ഞു. ഓക്കെ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ലാൻഡ് ആയിക്കോട്ടെ, അതിനുള്ള മാനുഫാക്ചറിങ് പ്ലാന്റ് ആയിക്കോട്ടെ, അതിനുള്ള മെഷീനറി ആയിക്കോട്ടെ, ലേബേഴ്സ് അല്ലേ, ഇതാണല്ലോ പ്രധാനമായിട്ട് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത്, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടതല്ലേ. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ ആയോ? ഇല്ല, ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ പരിപാടി അങ്ങോട്ട് തുടങ്ങുന്നത് അല്ലേ.
ഇപ്പം നീ ഇപ്പോൾ പറഞ്ഞപ്പോൾ ചെമ്മീൻ അച്ചാർ അല്ലേ, അപ്പോൾ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? ചെമ്മീൻ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ ചെമ്മീനാണ് അല്ലേ. ഇപ്പോൾ ഈ റോ മെറ്റീരിയൽ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ കടലിൽ പോയിട്ട് ഒരു മാനുഫാക്ചറിന് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് ഉണ്ടാവും. ഈ ചെമ്മീൻ വിൽക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ടാവും. ഇവരെ പോയി കാണണം, എന്നിട്ട് പറയണം ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റിയും കപ്പാസിറ്റി ഒക്കെ പറയുന്നു, എനിക്ക് ഇത്ര ടണ്ണ് വെച്ചോ അല്ലെങ്കിൽ എത്ര ആയിക്കോട്ടെ നമുക്ക് റിക്വയർമെൻറ്റ്, ആ റിക്വയർമെൻറ്റ് അവരോട് പറയുന്നു. എന്നിട്ട് അവർ സംസാരിക്കുമല്ലോ ഓക്കെ അപ്പോൾ ഇത്ര കിലോ അല്ലെങ്കിൽ ഇതിന് ഇത്രയാണ് റേറ്റ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ആ റേറ്റ് അവരായിട്ട് സംസാരിക്കണം അല്ലേ. പറഞ്ഞ റേറ്റിന് ചാന്ദ്രൻ സാധനം വാങ്ങിക്കുമോ? ഒരു കടയിൽ പോയി അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മൾ ആരാ മുതലുകൾ, നമ്മൾ മലയാളീസാണ്. പറഞ്ഞ നോക്കി ഒരിക്കലും സാധനം വാങ്ങിക്കില്ല. നമ്മൾ നെഗോഷിയേറ്റ് മാക്സിമം കുറയ്ക്കാൻ പറ്റും, മാക്സിമം കുറയ്ക്കാൻ നോക്കും. എന്നാൽ കടക്കാരന് വിട്ടു തരില്ല അല്ലേ. അങ്ങനെ നെഗോഷിയേഷൻ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനെ നമ്മൾ നെഗോഷിയേഷൻ എന്ന് പറയും. ഓക്കെ നമ്മൾ എത്ര രൂപയുടെ കാര്യം മാത്രമല്ല ബാക്കി പല കാര്യങ്ങളുണ്ട്. ഈ സാധനം എങ്ങനെയാണ് എത്തിക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിലാണ് എത്തിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. സോ അവിടെ മുതൽ ഈ പ്രൊസീജിയർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അങ്ങനെ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഈ സപ്ലയർ എന്ന് പറയുമ്പോൾ ഇത് വിൽക്കുന്ന ആളുടെ നിന്ന് വാങ്ങുന്നു, നമ്മൾ നമ്മുടെ പ്ലാന്റിലേക്ക് ഇത് കൊണ്ടുവരണം, എത്തിക്കണം അല്ലേ. ചെമ്മീൻ നമുക്ക് ഒരിക്കലും ഒരു നിസ്സാരമായിട്ട് എത്തിക്കാൻ പറ്റില്ല. അതിൻ്റേതായിട്ടുള്ള ട്രക്കുകളും ഫെസിലിറ്റിയിൽ അത് കൊണ്ടുവരണം. കാരണം ചെമ്മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിസ്റ്റിക്സ് ഭാഷയിൽ നമ്മളതിനെ പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയും. പെരിഷബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ ഒരു കാർക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ പെട്ടെന്ന് കേടുവന്നു പോകുന്ന സാധനം. അപ്പോൾ ഇതിങ്ങനെ മാനുഫാക്ചറിങ് പ്ലാനിൽ കേടുവരാതെ അല്ലെങ്കിൽ ആ ഒരു അതേ കണ്ടീഷനിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു കണ്ടീഷനിൽ എത്തിക്കണം. അതിനുശേഷം അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ഐഡിയ വേണം. ഇപ്പം ഞാനൊരു മാനുഫാക്ചർ ആണെങ്കിൽ എനിക്കൊരു ഐഡിയ വേണം അത് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് അല്ലേ. സോ അതിനുള്ള മെഷീനറി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിരിക്കണം. ആ പ്രോസസ്സിലൂടെ അത് കടന്നു പോകുന്നു. അവസാനം വൺസ് ആ ചെമ്മീൻ എന്ന് പറയുന്ന ഉൽപ്പന്നം ഒരു ചെമ്മീൻ അച്ചാറായിട്ട് മാറുന്നല്ലേ. നല്ല ടേസ്റ്റാണ്. ഓക്കെ അപ്പോൾ അതിനുശേഷം ഈ ചെമ്മീൻ അച്ചാർ നമ്മൾ ഒരു ബോട്ടിൽസിലാക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു പാക്കിംഗ് പരിപാടി, അത് നമ്മുടെ ലോജിസ്റ്റിക്സിൽ പലരും വിട്ടുപോകുന്നൊരു പ്രോസസ്സാണ് ഈ പാക്കേജിങ്ങും ലേബലിങ്ങും. കാരണം ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഞാനൊരു കൺസ്യൂമർ ലെവലിൽ ചിന്തിക്കാം. നമുക്ക് ഈ ലോജിസ്റ്റിക്സ് ഒന്ന് മാറ്റി ഞാനൊരു സാധാരണ ഒരു കൺസ്യൂമറാണ്. ഇപ്പം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ പക്ഷെ ആദ്യം എന്താ ശ്രദ്ധിക്കാം, എന്താണ് ആ സാധനം അല്ലേ. നമ്മളെപ്പോഴും നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു എലമെന്റ് പാക്കേജിംഗ് ആണ്. ഇപ്പം നമ്മുടെ പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ വിറ്റ് പോകുന്നത് ഈ പാക്കേജിംഗ്. ഇപ്പം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് വരാണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല ഇവൻ അഡൾട്ട്സിന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് ഇത്രത്തോളം വിറ്റ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പാക്കേജ് കാണാൻ നല്ല രസം, ഉള്ളിൽ ചെറിയ ടോയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത്. സോ ഈ പാക്കേജിങ് ചെയ്യുന്നതും ആക്ച്വലി എന്താണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. സോ ഈ പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്ത് അതിനെ മാനുഫാക്ചർ ചെയ്ത് അതിനോരോ ബോട്ടിൽസിലാക്കുകയാണല്ലേ. സോ അത് നല്ല ബോട്ടിൽസിലാക്കണം. അത് കസ്റ്റമറെ കാണുമ്പോൾ ആ കൊതി അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനിങ്ങും പാക്കേജിങ്ങും പിന്നെ അതിനാവശ്യമായിട്ടുള്ള ലേബലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുത്തുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചേർക്കണം. അങ്ങനെ പാക്കേജിങ് കഴിയുന്നു, ഇതിനെ ഓരോ ബോക്സസിലാക്കുന്നു അല്ലേ. അവിടെയും കഴിഞ്ഞോ? ഇല്ല, അത് കസ്റ്റമറിലേക്ക് എത്തണം. ഈ എൻഡ് കസ്റ്റമറിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ സെയിം പ്രോസസ്. ആരോ ഒരാൾ പർച്ചേസ് ചെയ്യുന്നു, അതിനുള്ള സപ്ലൈസിനെ കണ്ടുപിടിക്കുന്നു, സെലക്ട് ചെയ്യുന്നു, അത് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുന്നു, സാധനം ആളുകൾ വാങ്ങിക്കുന്നു, കൺസ്യൂം ചെയ്യുന്നു, ഫീഡ്ബാക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെ ഒരു വലിയ പ്രോസസ്സാണ്. പിന്നെ ഈ മാനുഫാക്ചറിങ് ചെയ്ത് ഞാനത് എത്തിക്കണമെങ്കിൽ ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഞാനൊരു മാനുഫാക്ചറാണ്, ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇത് എത്തിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞൊരു 500 ബോട്ടിൽ 1000 ബോട്ടിൽ എത്ര ആയിക്കോട്ടെ, ഈ 1000 ബോട്ടിൽ ഞാൻ എന്ത് ചെയ്യും, കടകളിൽ എത്തിക്കണമല്ലേ. എന്നെ കൊണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്നുണ്ടാവില്ല, ചിലപ്പോൾ അതിനുള്ള വാഹനങ്ങൾ ഉണ്ടാവില്ല, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതും എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആൾക്കാർ ചെയ്യുന്നത്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഉണ്ടാവും. ഇവരെ ഞാൻ ഈ ഒരു ജോലി ഏൽപ്പിക്കുന്നു. ഇവർ നമ്മൾ പറയുന്ന രീതികളിൽ അല്ലെങ്കിൽ കടകളിൽ കൊണ്ട് ഈ സാധനം എത്തിക്കുന്നു. അവിടെ നിന്ന് ഈ സാധനം കൺസ്യൂമർ പൈസ കൊടുത്ത് വാങ്ങുന്നു. ഇപ്പോൾ ചാന്ദിനി പറഞ്ഞ പോലെ അത് കഴിച്ചു നോക്കുന്നു, അതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നു. സോ അങ്ങനെയാണ് ഒരു കമ്പനി ഗ്രോ ആവുന്നത് അല്ലേ. സോ ഒരു കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ പ്രധാനമായിട്ടും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു കാര്യം വേണം. അപ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അച്ചാർ ബോട്ടിൽ നിന്ന് ഒരു സ്പൂൺ അച്ചാർ എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അവൈലബിലിറ്റി ആണല്ലോ, നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇത്ര കാലം എനിക്ക് ചിന്ത ഉണ്ടാകുന്നില്ല, ഞാനിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന ഉൽപ്പന്നം ആയിക്കോട്ടെ, എങ്ങനെ ഇത് എൻ്റെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളത് പലരും ചിന്തിക്കുന്നില്ല. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്ക്, എന്തോരം പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ്, അതായത് ഈ പറഞ്ഞ റോ മെറ്റീരിയൽ വാങ്ങിച്ച് അത് മാനുഫാക്ചർ ചെയ്ത് അതിനെ പാക്കേജിങ് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലൂടെ പല ഔട്ട്ലെറ്റ്സിൽ എത്തിച്ച് അവിടെ നിന്ന് കൺസ്യൂമർ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത്രയും ഈ പ്രോസസ്സുകൾ അല്ലേ
ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് പ്രോസസ്സുകൾ കടന്നു പോകുന്നത്. ഈ പ്രോസസ്സുകൾക്കാണ് നമ്മൾ ഒറ്റൊരു വാക്കുണ്ടല്ലോ ഒറ്റൊരു വാക്കിൽ ഒതുക്കുന്നത് ലോജിസ്റ്റിക്സ്. ഇതിന്റെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇതറിയുന്ന നമ്മളുടെ കുട്ടികൾ തന്നെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതിനെ ഒതുക്കുമ്പോൾ അത് നമുക്ക് ഈ ഏരിയനെ കുറിച്ച് അറിയുന്ന നമുക്കത് അത്ര ഡൈജസ്റ്റിംഗ് അല്ല. കാരണം അതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയ തന്നെയാണ്. ഒരുപാട് ഓപ്പറേഷൻസ് ഇൻക്ലൂഡ് ചെയ്തൊരു പ്രക്രിയയാണ്. എത്ര കാര്യങ്ങൾ ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഉണ്ടായി. ഇപ്പൊ ഞാനിപ്പോ ഒരു അച്ചാർ അല്ലെങ്കിൽ പിക്കിൾ എന്ന് പറയാനുള്ള റീസൺ തന്നെ നമ്മൾ ഡെയിലി ബേസിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പൊ ഒരു അപ്പോൾ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പിക്കിൾ ഇൻഡസ്ട്രി മാത്രമുള്ള അച്ചാർ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ അല്ല ലോജിസ്റ്റിക്സ്. ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ ഈ സ്റ്റേജസ് കഴിയാതെ പില്ലോ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറിങ് ഈ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇതിന് ആവശ്യമുള്ള ഈ മെറ്റീരിയൽ സ്റ്റേജസ് കടന്ന് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് തന്നെയാണ് ഇൻഡസ്ട്രി റെലവൻസ്. അപ്പൊ നമ്മൾ മൂവ്മെന്റ് ഓഫ് ഗുഡ്സിൽ ഒതുക്കി നിർത്തുന്ന ഒരു ഇൻഡസ്ട്രി ആവുന്ന ലോജിസ്റ്റിക്സ് അല്ല. നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ എത്രയും റെലവെന്റ് ആയിട്ടുള്ള, കാരണം ഇന്ന് ഏതൊരു ബിസിനസ് എടുത്താലും ലോജിസ്റ്റിക്സ് ഇല്ലാതെ പറ്റും. ചാന്ദ്രയുടെ ഒപ്പീനിയനിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അത് എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു മെഷീനറി ആയിക്കോട്ടെ, സാധാരണ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്റ്റ് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും നമുക്ക് ഈ ലോജിസ്റ്റിക്സ് ഇല്ലാതെ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു പ്രോസസ്സും ഓപ്പറേഷൻസും ഉണ്ടെങ്കിലാണ് ഈ കസ്റ്റമറിന് ഈ സാധനം കിട്ടുള്ളൂ അല്ലേ. നമ്മൾ അൾട്ടിമേറ്റ്ലി എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? കസ്റ്റമർ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് സിസ്റ്റം ആ കമ്പനിയിൽ. സോ ആ ലോജിസ്റ്റിക്സ് സിസ്റ്റം ആരാണ് കൊണ്ടുവരുന്നത്? ഇതിനെക്കുറിച്ച് അറിവുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഫഷണൽസാണ്. സോ ഇതിനെ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഇല്ല, നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മാം എത്ര പേര് പഠിച്ചിറങ്ങുന്നില്ലേ, ജോലി എങ്ങനെയാ അത് കിട്ടുമോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളൊരു കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് അല്ല. നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. കാരണം ഒരുപാട് പിള്ളേർ പഠിച്ചിറങ്ങും. നമ്മൾ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. അന്ന് കുറച്ച് പേരൊക്കെ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഡെയിലി ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, എത്രയും പേര് പഠിക്കുന്നില്ലേ മാം, ജോലി കിട്ടുമോ, എന്താ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. പ്രധാനമായിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എൻ്റെ ഒരു കരിയർ പാത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എന്തെടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ എല്ലാവരുടെ ജീവിതത്തിലും വരും. ഇത്ര വൃത്തിയായിട്ടൊരു സിറ്റുവേഷൻ ലോകത്ത് വേറെ ആർക്കും വരാതിരിക്കട്ടെ. എപ്പോഴും പറയും 10 കഴിഞ്ഞാൽ ടേണിംഗ് പോയിന്റ്, പ്ലസ് ടു കഴിഞ്ഞാൽ ടേണിംഗ് പോയിന്റ്, പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞാൽ ടേണിംഗ് പോയിന്റ്, ജോലിയുടെ വീണ്ടും ടേണിംഗ് പോയിന്റ്. ടേണിംഗ് പോയിന്റുകളാണ് ജീവിതം. ടേണിംഗ് പോയിന്റ് ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ റിയാലിറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അത് വളരെ നമുക്ക് എന്ത് കോഴ്സ് എടുക്കണം. ഇപ്പം ഞാൻ എടുത്തൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ BSc ആണ്. സാധാരണ ഡിഗ്രിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഡിഗ്രി എടുത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക്, അപ്പോൾ ഞാൻ എടുത്ത കോഴ്സ് ഞാൻ പറയാം, ബോട്ടണി ഞാൻ എടുത്തത്. നിങ്ങൾ ആലോചിച്ചോ, ബോട്ടണി. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഈ ലോജിസ്റ്റിക്സ് ഫീൽഡിൽ. അപ്പോൾ നമുക്ക് ചേട്ടാ ഈ പുള്ളി ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, ആ ഡിഗ്രി എടുത്തു. കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയാണ്. അതായത് അഗ്രികൾച്ചറിനോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പക്ഷെ പിന്നീട് നമുക്കറിയാലോ, നമ്മൾ പറയും ഈ പാഷൻ എന്നൊക്കെ പറയുമെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒരു മനുഷ്യൻ്റെ ബേസിക് സൈക്കോളജി, റിയാലിറ്റി പറയാണ്, അതിനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്താണ് നമുക്കൊരു ഇഷ്ടം, പിന്നെ നമുക്കത് വേറെ ട്രൈ ചെയ്ത് നോക്കിയാൽ അത് ബേസിക്കൽ ഹ്യൂമൻ സൈക്കോളജിയാണ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയാണോ, ഈ അഗ്രികൾച്ചറൊക്കെ ചെയ്ത് നമുക്കൊരു പറ്റുമോ, അല്ലെങ്കിൽ മോശമല്ല, ഏറ്റവും നല്ലൊരു ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്, നല്ലൊരു ഏരിയ തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ അതിനുശേഷം കംപ്ലീറ്റ് ചെയ്തു ഞാൻ. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യം വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ നമുക്ക് നോർമലി ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു PSC എക്സാം എഴുതി പോയാലോ, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ടിപ്പിക്കലൊരു പാത്ത് ഫോളോ ചെയ്താലെന്ന് തോന്നി. പിന്നെ ആലോചിച്ചില്ല, പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ലോജിസ്റ്റിക്സ് എന്ന മേഖലയെക്കുറിച്ച് ഞാൻ പറയണ്ടായി. അപ്പോൾ അന്ന് ഞാൻ MBA ലോജിസ്റ്റിക്സ് എടുത്തത്. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞത് MBA ഇൻ മാർക്കറ്റിംഗ്. ഓക്കെ, നമുക്ക് MBA ഇൻ HR വളരെ വെൽ നോൺ ആയിട്ടുള്ള ഫീൽഡാണ്. ഫൈനാൻസ്. ഇതെന്താണ് എൻ്റെ കൂട്ടുകാർ വെച്ചത്, എന്താടാ ലോജിസ്റ്റിക്സ് എന്ത് സാധനം ചോദിച്ചു. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് വലിയ പിടിയില്ല, എന്ത് സാധനം സൂപ്പറാടാ, അടിപൊളിയാണ്, നമുക്ക് സെറ്റാകാന്നൊക്കെ പറഞ്ഞു. ഞാനിത് പഠിക്കുന്നു. ഞാൻ ചേർന്ന് നോക്കി നമുക്ക് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ റെഫർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ചുമ്മാ ചേർന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ തീരുമാനിച്ചു. സോ ഒന്ന് ഗൂഗിൾ ചെയ്യുന്നു. അന്ന് എനിക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ശീലമുണ്ട്. ദുശീലമാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ശീലമായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ന്യൂസ് പേപ്പർ വായിച്ചു. ഒരിക്കൽ ഒരു മാതൃഭൂമി പേപ്പറിൽ കുറച്ച് വർഷം മുന്നേ ഒരു ആർട്ടിക്കിൾ കണ്ടിരുന്നു, ലോജിസ്റ്റിക്സിൻ്റെ ഫ്യൂച്ചർ സാധ്യത എന്ന് പറയുന്നത്. എനിക്ക് ഇപ്പോഴും ആർട്ടിക്കിളിൻ്റെ കണ്ടന്റ് ഓർമ്മയുണ്ട്. കാരണം ഒരു 2025-30 എങ്ങനെയാണ് ഈ മേഖല ഡെവലപ്പ് ആവാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിക്കിൾ, വളരെ മനോഹരമായുള്ള ആർട്ടിക്കിൾ ഞാൻ വായിക്കും. അപ്പോൾ എനിക്ക് ആർട്ടിക്കിൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഇങ്ങനൊരു സാധ്യത ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് ട്രൈ ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിലേക്ക് ഞാൻ എത്തി.
ശരി, അങ്ങനെയാണ് ഫൈനലി ഇൻടു ലോജിസ്റ്റിക്സ്. അങ്ങനെ ലോജിസ്റ്റിക്സ് ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. അപ്പോൾ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് ആണ് അതല്ലേ, നമ്മൾ പഠിച്ചൊരു കാര്യം ഒരു കുട്ടികളിലേക്ക് എത്തിക്കാൻ, അത് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവൻ കണ്ട ലോജിസ്റ്റിക്സ് പഠിച്ച ആൾക്കൊക്കെ ടീച്ചിങ് ഫീൽഡ് വരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഒരു കോഴ്സായിട്ട് വരെ മാറിക്കൊണ്ടിരിക്കുന്നത് ലോജിസ്റ്റിക്സിൽ. ഏറ്റവും കൂടുതൽ കുട്ടികളും അല്ലെങ്കിൽ ആൾക്കാർ പ്രൊഫഷണൽസും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമായിട്ട് വരെ ലോജിസ്റ്റിക്സ് മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലും കൂടെ ജോലിയാവുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ജോലി സാധ്യത അവിടെയാണ്. അവിടെ എത്തുമ്പോഴാണ് പലർക്കും പ്രശ്നം. അതായത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പണിയാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട് സാർ ഇത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ചാന്ദ്രയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ചാന്ദ്രയുടെ ഒപ്പീനിയനിൽ ഇപ്പോൾ പലരും ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ജോലി സാധനയ്ക്ക് പറയുന്ന മുമ്പായിട്ടൊരു കാര്യം പറയാം. ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വരുന്ന മുമ്പായിട്ട് ഇത് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്, സൊസൈറ്റി ആണോ എന്നുള്ളൊരു ചോദ്യം. ലോജിസ്റ്റിക്സ് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പറ്റുന്നൊരു മേഖലയാണ്, സ്ത്രീകൾക്ക് അവിടെ പ്രാധാന്യമില്ല എന്നുള്ളൊരു തോട്ട് പലർക്കിടയിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയാണ് ചാന്ദിനി ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ചാന്ദിനിക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ ഒരു ജേർണി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ലോജിസ്റ്റിക്സിൽ എത്തി എന്ന് പറയുമ്പോൾ ഒരു 8-9 വർഷം മുന്നേ, അതായത് പഠിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്ന സമയത്ത് എല്ലാവരും എൻജിനീയറിങ്ങും മെഡിക്കൽ ഫീൽഡ്, പഠിക്കുന്ന എല്ലാവരും എൻജിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളപ്പോൾ ഞാൻ കുറച്ച് യുണീക്കായിട്ട് ഒന്ന് ചിന്തിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ തപ്പുകയാണ്. അപ്പോൾ ലോജിസ്റ്റിക്സ്, MBA in HR, MBA in മാർക്കറ്റിംഗ്, ഒരു പുതിയ കോഴ്സ്, കൊള്ളാലോ, MBA in ലോജിസ്റ്റിക്സ് എടുക്കാം. ഞാൻ കുറച്ചൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടാകും. ഞാൻ ആകെ ഒരു പോയിന്റിലാണ് സ്ട്രൈക്ക് ചെയ്തത്, സസ്റ്റൈനബിലിറ്റി. എന്തായിരിക്കും ഇതിൻ്റെ നിലനിൽപ്പ്? അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ കണ്ടോ, എത്ര പേര് ഇപ്പോൾ എഞ്ചിനീയറിംഗിലേക്ക് തിരിയുന്നുണ്ട്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരരുത്. അതിൻ്റെ സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ ഞാൻ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഫാക്ടർ വെച്ചിട്ടാണ് ഞാൻ ലോജിസ്റ്റിക്സിൽ അവിടെ സ്ട്രൈക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു കോഴ്സ്, ആരും അങ്ങനെ എടുക്കാത്ത കോഴ്സ്, ഭാവിയിൽ സാധ്യതകളുള്ള നിലനിൽപ്പുള്ള ഒരു കോഴ്സ് എന്ന രീതിയിൽ ഞാൻ ആ കോഴ്സ് സെലക്ട് ചെയ്യാണ് ഉണ്ടായത്. കോഴ്സ് ഞാൻ സെലക്ട് ചെയ്തു. ക്ലാസ്സിൽ ചെന്ന സമയത്ത് ഐ ആം ദ ഓൺലി ഗേൾ ഇൻ ദാറ്റ് ക്ലാസ്. ബാക്കി മൊത്തം ആമ്പിള്ളേരാണ്, ഒരൊറ്റ പെൺകുട്ടി ഞാൻ മാത്രം. അപ്പോൾ ലോ ക്യൂനായിരുന്നു. ഒരുപാട് എന്താ പറയുക ബ്രദേഴ്സ് അതിൻ്റെ ഇടയിൽ ഒരൊറ്റ ഗേൾ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എനിക്ക് മലപ്പുറം പോലൊരു സ്ഥലത്തുനിന്ന് ചെല്ലുന്ന എനിക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയും കൺസർവേറ്റീവായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരൊറ്റ കളി, ഞാൻ ചിലപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനി കണ്ടിന്യൂ ചെയ്യണോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി. അത് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്താൽ അറിയുന്നു മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഡൗട്ട്, ഈസ് ദിസ് എ മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം പെൺകുട്ടികളില്ല എന്നാൽ ഞാൻ നോക്കുമ്പോൾ സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷെ എന്താ കുട്ടികളാരും ജോയിൻ ചെയ്യാത്ത എന്നുള്ളൊരു, അതാ പറയണേ, കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി ആൺകുട്ടികളെക്കാൾ ആളുകൾ ചോദിക്കുന്ന, അവർക്ക് വേണ്ടത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. ഇപ്പം നമ്മൾ തന്നെ എത്ര ഫേസ് ചെയ്യുന്നുണ്ട്, അവർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ നമ്മളോട് ചോദിക്കുന്നത്, പക്ഷെ നമുക്ക് കൊടുക്കാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സുകൾ ഇല്ല, കുറവാണ്. അപ്പോൾ സ്ത്രീകളും വരട്ടെ അല്ലെ ഈ ഫീൽഡിലേക്ക്, ഇനിയും ഒരുപാട് സ്ത്രീകൾ, പെൺകുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരട്ടെ. കാരണം ഇതൊരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡ് അല്ല, ഇത് ആക്ച്വലി അല്ല. നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന കാലഘട്ടത്തിൽ എന്തായാലും സ്ത്രീകൾ വരണം തന്നെയാണ്. കാരണം ഇതൊരു ആണാധിപത്യമുള്ള അല്ലെങ്കിൽ പുരുഷാധിപത്യം എന്നൊക്കെ പറയുന്ന ഒരു മേഖലയൊന്നും അല്ല, തെറ്റിദ്ധാരണയാണ്, പ്യൂർലി തെറ്റിദ്ധാരണയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഒരു ട്രെൻഡ് തുടങ്ങിയത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് കോവിഡ്. നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ലൈക്ക് ഒരു സിറ്റുവേഷൻ, ഒരു സിനാരിയോ ആയിരുന്നു അല്ലേ. വേൾഡ് തന്നെ ഷട്ട് ഡൗൺ ചെയ്ത ഒരു സിനാരിയോ. കാരണം നമുക്കറിയാം ലോക്ക്ഡൗൺ, പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് പറയാം ലോക്ക്ഡൗൺ ആണ് എന്ന് പറയുന്നു. അപ്പോൾ അന്നാണ് നമ്മൾ ലോക്ക്ഡൗൺ എന്ന വാക്ക് പലരും കേൾക്കുന്നത്. കർഫ്യൂ, എന്താണെന്ന് അറിയില്ല, നമുക്ക് മനസ്സിലായില്ല. പിന്നീടാണ് അതിന്റെ ഒരു ലൈക്ക് അതിന്റെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓൺലൈനിനെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷമാണ് കുറച്ചധികം ആളുകൾ. പക്ഷെ പലരും പറയുന്നില്ല കോവിഡ് നമുക്ക് ഒരുപാട് പേരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില ബിസിനസ്സുകൾക്ക് അത് നല്ലൊരു മാർക്കറ്റ് തുറന്നു കൊടുത്തു പറയാനായിട്ട്, ലോജിസ്റ്റിക്സ് സെക്ടറിന് നല്ലൊരു സെക്ടറിൽ. കാരണം ഞാൻ പറയട്ടെ, നമുക്കറിയാം അന്ന് നമുക്ക് ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കാൻ പറ്റിയത് തന്നെ ഇതേപോലത്തെ ലോജിസ്റ്റിക്സ് സെക്ടേഴ്സിൽ ഉള്ള കമ്പനീസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ ഫോണിൽ വിളിച്ച് പറയുന്നു അല്ലേ,
അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അങ്ങ് ഓർഡർ ചെയ്യുന്നു, ഉടനെ നമുക്ക് വേണ്ട വീട്ടു സാധനങ്ങളും അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എസെൻഷ്യൽസ് ഒക്കെ വീട്ടിലേക്ക് എത്തി. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കർഫ്യൂ ലോക്ക്ഡൗൺ നമുക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ആൾക്കാർ പുറത്തിറങ്ങുന്ന ആൾക്കാരായിട്ട് പരസ്പരം ഇൻട്രാക്ഷൻ സംഭവിക്കുക എന്തായാലും അല്ലേ. അപ്പോൾ അത് ഈ ഒരു സ്പ്രെഡ് കൂടാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ഇങ്ങനത്തുള്ള സെക്ടറിൽ വർക്ക് ചെയ്ത കമ്പനീസ് ഒരുപാടുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, ആ സമയത്ത് അവരുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു, അവരുടെ ഓപ്പറേഷൻസ് എല്ലാം നല്ല രീതിയിൽ ഡെവലപ്പാക്കി. നമ്മൾ പലരും വീട്ടിലിരുന്നപ്പോൾ അന്ന് ഈ ലോജിസ്റ്റിക്സ് മേഖല ഏറ്റവും ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ലോക്ക്ഡൗണിൽ നമുക്ക് ഈവൻ മെഡിക്കൽ ഫീൽഡിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ലോജിസ്റ്റിക്സ് സെക്ടറാണ്. സിറിഞ്ച് തൊട്ട് ഓക്സിജൻ തൊട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് അല്ലെ ഹോസ്പിറ്റൽ സൈഡിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഓൺലി ത്രൂ ലോജിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ ചന്ദ്രി പറഞ്ഞ പോലെ ഓൺലൈനിൽ ഡിപ്പെൻഡ് ചെയ്തില്ല. കാരണം നമുക്കറിയാം, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയട്ടെ, ഈ ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ നമ്മൾ അതിൻ്റെ ഒരു നമ്മൾ ഇന്ത്യയിൽ ഒരു ആക്റ്റീവായ സമയത്ത് നമ്മളത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമൊക്കെ അത്ര ആയിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ മദർ പണ്ട് ഈ ഓൺലൈനോട് സാധനം വാങ്ങിയാൽ പറയും, പറ്റിപ്പാണ്, ഒന്നും വാങ്ങരുത്, വിശ്വസിക്കാൻ പറ്റില്ല, വേറെ പൊട്ട സാധനം കിട്ടും, വേണ്ട ഒന്നും വേണ്ട, കടയിൽ പോയി വാങ്ങിക്കാം എന്ന് ട്രഡീഷണൽ വേ ഓഫ് പർച്ചേസിംഗ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെയല്ല, പറ്റും, നമുക്ക് വാങ്ങിക്കാൻ കുഴപ്പമില്ല, നിങ്ങളല്ല വേണ്ടെന്ന് പറഞ്ഞു, നീ വാങ്ങിക്കണ്ട. ഇപ്പോൾ നോക്കൂ അല്ലേ, ഇപ്പോൾ എൻ്റെ ഉമ്മച്ചി പറയണം അല്ലെങ്കിൽ എൻ്റെ മദർ പറയണം, എടാ നീ അതെ അല്ലെങ്കിൽ ഇപ്പം എന്നെ രാവിലെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, എടാ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും, നീയേ ആ സൊമാറ്റോ സ്വിഗ്ഗി ഒന്ന് ഓർഡർ ചെയ്യല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ആൾക്കാർ മാത്രമല്ല ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എല്ലാ ടൈപ്പ് ഓഫ് ജനറേഷനിലുള്ള ആൾക്കാർ ഇന്ന് ഈ ഒരു മേഖല അല്ല ഈ മേഖലയിൽ വരുന്ന ബിസിനസ്സുകളെയും അല്ലെങ്കിൽ ആ വരുന്ന സ്റ്റാർട്ടപ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു തൊഴിൽ മേഖല എന്ന് നമുക്ക് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ഇത് ഈ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ ജോലി കിട്ടും? ഉടനെ തന്നെ പലരും പറയാം വെയർ ഹൗസിലല്ലേ സാറേ, വെയർ ഹൗസ് അല്ല, പിള്ളേർക്കൊക്കെ ഉള്ള ഒരു തോട്ടാണ് ഒന്നല്ലെങ്കിൽ വെയർ ഹൗസ്, അല്ലെങ്കിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രി, എയർലൈൻ, കാർഗോ ഇൻഡസ്ട്രി. ഇത് മാത്രമാണ് പിള്ളേരുടെ തോട്ടിലുള്ളത്. കോഴ്സ് കഴിയുന്നു, ഏതെങ്കിലും ഒരു നല്ല വെയർ ഹൗസിൽ ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ പോയി ഡോക്യുമെന്റേഷനിൽ നല്ലൊരു ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യുന്നു. ഇത് മാത്രമാണ്. പക്ഷെ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ. എല്ലാ ഫേം എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. സാധനങ്ങൾ എല്ലാ ഫേമിനും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. പിന്നെ ഈ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഒരു ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, വെയർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പർച്ചേസ് എക്സിക്യൂട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഒരു വെയർ ഹൗസ് അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ വെയർ ഹൗസ് എക്സിക്യൂട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഇൻവെന്ററി മാനേജർ, ഇൻവെന്ററി സൂപ്പർവൈസർ, അങ്ങനെ ഒരുപാട് റോളുകൾ ഇവർക്ക് വരുന്നുണ്ട്. അല്ലാതെ ഒരു വെയർ ഹൗസിന്റെ അകത്തോ അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ അകത്തോ നിങ്ങളുടെ കരിയർ ഒതുക്കി വെക്കരുത്. നിങ്ങൾക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആവുന്ന ആൾക്കാർക്കാണ് ഈ ഒരു സെക്ടർ. ഞാൻ ഓപ്പൺ ആയിട്ട് കാരണം ഇൻഡസ്ട്രി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ AI അല്ലെ, നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു സോണിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്കറിയാം. അപ്പോൾ അതൊരു മേഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ ഒരു പഠന മേഖലയാവും. സോ അതും ലോജിസ്റ്റിക്സും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ആക്ച്വലി നാളെ നമ്മുടെ ഒരുപാട് ലോജിസ്റ്റിക്സിൻ്റെ വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് കുറച്ചും കൂടി ഈസിയർ ആകാൻ നമുക്ക് AI യൂസ് ചെയ്യുന്നൊരു കാലഘട്ടം വരും. സോ അതിനെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ സെക്ടർ എന്തുകൊണ്ടും ബെറ്റർ. അത് ഈ ഒരു സെക്ടർ എന്നല്ല, നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമുക്ക് ഒരു മേഖലയിൽ ഇപ്പൊ ഇവിടെ എല്ലാം വർക്ക് ചെയ്യാൻ നമുക്ക് ക്വാളിറ്റി പ്രൊഫഷണൽസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ കുട്ടികളെ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത്. ക്വാളിറ്റി പ്രൊഫഷണൽസ് അല്ലേ, ഈ ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ എൻഡ് കസ്റ്റമർക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിൽ പ്രോഡക്റ്റ് എത്തിക്കുന്ന ക്വാളിറ്റി പ്രൊഫഷണൽസിനെ വേണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ക്രിസ്പായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പർച്ചേസിംഗ് എക്സിക്യൂട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഇൻവെന്ററി എക്സിക്യൂട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, വെയർ ഹൗസ് അസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെയർ ഹൗസ് എക്സിക്യൂട്ടീവ് സ്റ്റാർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ഇമ്പോർട്ട് കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ്. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. നമുക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം ഇന്ത്യൻ പ്രൊഡക്ട്സിന് ട്രഡീഷണൽ പ്രൊഡക്റ്റിന് അബ്രോഡ് ഒരുപാട് നല്ല മാർക്കറ്റ് ഉണ്ട്. സോ ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. നമ്മൾ വിചാരിക്കും ഓക്കെ ഈ സാധനം എക്സ്പോർട്ട് ചെയ്യുന്നു അല്ലേ. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ ഈ ഒരു പ്രോസസ്സ് തീരുമെങ്കിലും അതല്ല. നമ്മൾ നേരത്തെ ലോജിസ്റ്റിക്സ് പറഞ്ഞ പോലെ തന്നെ ഒരു കോംപ്ലക്സ് ആണ്. കാരണം ഈ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്നത് മൂലമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മളിപ്പോൾ പെരിഷബിൾ ആയിട്ട് ഈ നമ്മൾ നേരത്തെ പിക്കിളിൻ്റെ കേസ് തന്നെ എടുക്കാം, നമുക്കത് അബ്രോഡ് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ അബ്രോഡ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളതിൽ പാക്കേജിങ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അത്രയും ദൂരം അത് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് കേടാവാത്ത രീതിയിൽ എത്തിക്കാനുള്ള പാക്കേജിങ്
കാര്യങ്ങൾ നോക്കണം. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്ക് ഉണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റിയേക്കുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് അവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഒരുപാട് ഡോക്യുമെന്റ് വർക്ക് വരുന്നുണ്ട്, 21 ഡോക്യുമെന്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് പറയുന്ന പ്രൊസീജിയർ അല്ലേ, നമുക്കറിയാം എല്ലാ പോർട്ടലുള്ളതാണ്. സീ പോർട്ട് ആയിക്കോട്ടെ, എയർപോർട്ട് ആയിക്കോട്ടെ, കസ്റ്റംസിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടാവും. കാരണം കയറ്റി അയക്കുന്ന സാധനം ലീഗൽ സബ്സ്റ്റൻസ് ആണോ ഇല്ലീഗൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. സോ ആ ക്ലിയറൻസിൻ്റെ ഡോക്യുമെന്റ്സ് ആവശ്യമാണ്, ആ പ്രൊസീജിയേഴ്സിന് ആൾക്കാർ ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പോർട്ടിലേക്ക് ഇങ്ങനെ കയറ്റി അയക്കുന്നു, അവിടെ നിന്ന് റിസീവ് ചെയ്യുന്ന ആൾക്കാർ, അവിടെ എത്തിക്കേണ്ട കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്. സോ ഇങ്ങനെ നമ്പർ ഓഫ് കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. സോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ വേണം അല്ലേ. സാധാരണ ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാളോട് പോയിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ക്വാളിറ്റി വേണം. സോ ഇതിനെക്കുറിച്ച് നോളജും ടെക്നിക്കലായിട്ടുള്ളതും തിയറട്ടിക്കലായിട്ടുള്ളതും അതേപോലെ പ്രാക്ടിക്കലായിട്ടുള്ള നോളജുള്ള ആൾക്കാർക്കാണ് അത് ലിറ്ററലി ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുക, ഈ മേഖലയെക്കുറിച്ച് പഠിക്കുക, ഓരോ ഓപ്പറേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. വൺസ് പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ ജോലി മേഖലകളിൽ ഞാൻ പറഞ്ഞ സാധ്യതകൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ പലരും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച ഉടനെ തന്നെ ടോപ്പ് ലെവലിലേക്ക് അല്ലെങ്കിൽ എത്തുക എന്നുള്ളത് അല്ലേ. ശരിയും ഏതൊരു ഇത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, സാധാരണ ഇപ്പോൾ വേറെ മറ്റുള്ള കോഴ്സുകളായിക്കോട്ടെ, ലോജിക്സ് ആയിക്കോട്ടെ, ഇത് പഠിച്ചതിന് ഉടനെ ഒന്നും ആർക്കും മാനേജറായിട്ടൊന്നും കയറാൻ പറ്റില്ല. ഞാനൊരു കമ്പനി തുടങ്ങി, അപ്പം ഞാനൊരു ഫ്രഷറിനെ പിടിച്ച് ഉടനെ മാനേജറാക്കുമെന്ന് വെച്ചാൽ ഇല്ല. കാരണം നമുക്ക് കഴിവില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് നമുക്കൊരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് എന്ന കാര്യമുണ്ടല്ലേ, ആ മേഖലയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ബേസ് തുടങ്ങട്ടെ. നമ്മൾ നടക്കാൻ തുടങ്ങി എങ്ങനെയാണല്ലോ, പിച്ച വെച്ച് വീണ് നടന്നിട്ടാണ് നമ്മൾ നടക്കാൻ പഠിച്ചത് അല്ലേ. അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ്, ആദ്യം പഠിക്കട്ടെ. കമ്പനീസിൽ നമ്മൾ തെറ്റുകൾ സംഭവിക്കില്ല, ആ ഗ്രൗണ്ട് റിയാലിറ്റി പിള്ളേര് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ കരിയർ ഒരു മാനേജർ പോസ്റ്റ് ഒന്നും ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് തുടങ്ങി, എന്നാലേ നാളെ ആ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളെ കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, കാരണം വളർച്ച ഒരുപാടുള്ള ഒരു ഏരിയ ആണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഒരിക്കലും മാനേജർ ആവാൻ പോകുന്നത്, മാനേജർ ആയി നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥയാണ്. കാരണം താഴെ ഒന്നും അറിയില്ല, എന്ത് പരിപാടി നടക്കുന്ന നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവസ്ഥ വരും അല്ലേ. അപ്പം നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക, നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ ജോലി എന്താ മനസ്സിലാക്കുക. എങ്കിലാണ് നമുക്ക് ഒരു നല്ല ബോസ് അല്ല, നല്ല മാനേജർ എന്നുള്ള ഞാൻ പറയുന്ന നല്ല ലീഡർ ആവണം. നമുക്ക് രണ്ട് വാക്കുകളുണ്ട്, ഇപ്പം ബോസ്, ലീഡർ. നമ്മൾ പറയും, നമ്മൾ മാനേജ്മെന്റിലൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് നമ്മൾ പഠിച്ചും കാര്യം. എന്താണ് ഒരു ബോസും ലീഡറും നമ്മൾ ഡിഫറൻസ് വെച്ചാൽ, ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഓർഡർ കൊടുക്കും, കമാൻഡ് ചെയ്യുക അല്ലേ, ഇത് ചെയ്യും അത് ചെയ്യും, അവർക്ക് ഇങ്ങനെ ചെയ്യും അല്ലേ. ലീഡർ എന്ന് വെച്ചാൽ ആ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ലീഡ് ചെയ്യണം, കൂടെ ഇറങ്ങി നിന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇറങ്ങി നിന്ന് വർക്ക് ചെയ്ത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ലീഡർ. അപ്പം നല്ലൊരു ലീഡർ ആവണമെങ്കിൽ നമുക്ക് ആ ബേസ് ലെവലിൽ വർക്ക് അറിയണം, ബേസ് ലെവലിൽ ഓപ്പറേഷൻസ് അറിയണം അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് മാനേജർ ലെവലിലേക്ക് എത്തുക. സോ ആ റിയാലിറ്റി എല്ലാവരും സ്റ്റുഡൻസിന്റെ കേസ് മാത്രമല്ല, ഇപ്പൊ നിങ്ങളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് വേറൊരു ഇൻഡസ്ട്രിയിലായിരുന്നു, നിങ്ങൾ നിങ്ങൾ അവിടെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം അവിടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന മേഖല എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ടാസ്ക്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫ്രഷറായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരും അല്ലേ. സോ ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു ബേസ് ലെവലിൽ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല, നല്ല കാര്യമാണ്. കാരണം അതാണ് ഏറ്റവും നല്ല പരിപാടി. അല്ല നമ്മൾ ഉടനെ തന്നെ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുമല്ലേ, ഈ എന്താണ് നായകൻ്റെ അച്ഛൻ വലിയൊരു CEO ആയിരിക്കും, അച്ഛൻ പെട്ടെന്ന് ഒരു ദിവസം മരിക്കുന്നു, ഒന്നും അറിയാതെ നായകനെ പിടിച്ച് അവിടെ റോളിലേക്ക് എത്തുന്നു. പിന്നെ അവസാനം ആ നായകനെ കമ്പനി ലീഡ് ആദ്യം കയ്യിൽ നിന്ന് ലീഡ് ചെയ്ത സിനിമയിൽ കാണാൻ ഭയങ്കര സുഖമാണ്. പക്ഷെ റിയാലിറ്റിയിൽ നമ്മൾ ബേസ് ലെവലിൽ നിന്ന് വർക്ക് ചെയ്യണം, ആ കമ്പനിയിലെ കാര്യങ്ങൾ കുട്ടികളും അത് മനസ്സിലാക്കട്ടെ. ദിസ് ഈസ് ദ ഗ്രൗണ്ട് റിയാലിറ്റി റിയാലിറ്റി മനസ്സിലാക്കി ആ ലെവലിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ലീഡർ ആവാൻ പറ്റും. സോ ബി എ ലീഡർ, നല്ല ലീഡർ ആവുക. ഈ ഒരു മേഖലയിൽ വരുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ബേസ് ലെവൽ വർക്ക് മനസ്സിലാക്കി പിന്നെ ഒരു മാനേജർ, നല്ലൊരു ബെസ്റ്റ് ലീഡർ. ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെയും തീരുന്നില്ല സാർ. മോർ ദാൻ ബീങ് ആൻ എംപ്ലോയി എന്നുള്ളതിനേക്കാൾ കൂടുതൽ എംപ്ലോയർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ലോജിസ്റ്റിക്സ് വെച്ച് ചിന്തിച്ചുകൂടെ. നമ്മൾ എപ്പോഴും ജോലി കിട്ടുന്ന കാര്യം ഇത് പഠിച്ച് എന്ത് ജോലി കിട്ടും, എവിടെ കിട്ടും അല്ലേ. നമ്മൾ കിട്ടുന്നത് മാത്രം നമുക്ക് കൊടുത്തൂടെ ഒരു എംപ്ലോയർ ആയിക്കോട്ടെ. എന്തുകൊണ്ടാണ് നമ്മളെ പിള്ളേർ അങ്ങനെ ആലോചിക്കാത്ത അല്ലേ. നമുക്ക് ഒരു ബിസിനസ്സിലെ എംപ്ലോയി ആവുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതൊരു എംപ്ലോയർ ആവാന്ന് ഞാൻ പറയില്ല. കാരണം അപ്പോഴാണ് നമ്മൾ ബിസിനസ്സിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എംപ്ലോയീസ് എന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് വരുന്നു, നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യും, പോകും, ഓക്കെ അത് മതി, ഓക്കെ ഇല്ല അതിൽ കൂടുതൽ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ
എന്നാലും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഓവറോൾ ആ വർക്ക് ടൈം ബൗണ്ട് ആയിട്ട് സാലറീഡ് ആയിട്ട് ഒരു നല്ല ജോലി എന്നുള്ള രീതി. പക്ഷെ അതിൻ്റെ പിന്നിലും കുറച്ച് കഷ്ടപ്പാടുകളുണ്ട് അല്ല. നല്ലൊരു ബിസിനസ് ഒരു ഡെവലപ്പ് ചെയ്തിരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. സോ അത് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു ശരിക്കും നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നതാണ് ഞാൻ പറയാം അല്ലേ. നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്ന നല്ലൊരു ലീഡറായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. സോ ഒരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ജോലി കൊടുക്കുന്ന നിങ്ങളൊരു ജോലി കിട്ടിയില്ല, ഓക്കെ ഞാനത് പഠിച്ചു, ജോലി കിട്ടിയില്ല, അയ്യോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നല്ല. കാരണം നമ്മുടെ പല ഓണ്ടർപ്രണേഴ്സും ഇവൻ ഡ്രോപ്പ് ഔട്ട്സ് ആയ ആൾക്കാരൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല വലിയ കോഴ്സ് പഠിക്കണമെന്നില്ല. അവരുടെ ജീവിതാനുഭവം കൊണ്ട് നല്ല വലിയ ലീഡേഴ്സ് ആയിട്ട് മാറുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉണ്ട്. ശരിക്കും ലോജിസ്റ്റിക്സിന് എല്ലാവരും സ്റ്റാർട്ടപ്പ് ഐഡിയ ആയിട്ട് അധികം കൺസിഡർ ചെയ്യുന്നില്ല എന്ന സങ്കടം. നമ്മൾ പറഞ്ഞു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു, എവിടെയാ സാർ ഇത് ഓണ്ടർപ്രണർഷിപ്പിന് ചാൻസ് ഉള്ളത്? ഏത് ഏരിയാസിലാണ് നമുക്ക് ചാൻസ്? എല്ലാത്തിലും ഉണ്ട്. നമുക്ക് വെയർ ഹൗസ് മുതൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊക്യൂർമെന്റ് മുതൽ അല്ലെങ്കിൽ ഈ പർച്ചേസിംഗ് മുതൽ ചാൻസസ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഈ ലോജിസ്റ്റിക്സിൻ്റെ ഏത് മേഖലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് മൈൽ ഡെലിവറി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ഇപ്പോൾ ലാസ്റ്റ് മൈൽ ഡെലിവറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് അൾട്ടിമേറ്റ്ലി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ ലാസ്റ്റ് മൈൽ ഡെലിവറി ബോയ് വന്ന് കൊടുക്കുന്ന ഒരു പരിപാടി. അവിടെയാണ് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ്സ് ഞാൻ കാണുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ സെപ്റ്റോ ആൻഡ് ബ്ലിങ്കിറ്റ് അല്ലേ. നമുക്കറിയാം റീസെൻ്റ്ലി ഭയങ്കര ട്രെൻഡിങ് ആണ് അല്ലേ. സെപ്റ്റോയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് 2014 പക്ഷെ അത് ആളുകൾ ഭയങ്കര വൈഡായിട്ട് യൂസ് ചെയ്തത് ആഫ്റ്റർ 2020 ശരിക്കും പറഞ്ഞാൽ. എനിക്ക് സൊമാറ്റോ അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തത് അറൗണ്ട് 2008 ആണ് തോന്നുന്നു. ലൈക്ക് അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ശരിക്കും അതൊന്ന് ഗ്രോത്തിലേക്ക് ഇപ്പോഴാണ് വന്നില്ല. സോ പക്ഷെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒരുപാട് റീറ്റെയിൽ സ്റ്റോറുകൾ ഷട്ട് ഡൗൺ ആയി. എന്നാലും നമ്മൾ ലോജിസ്റ്റിക് സെക്ടറിനെ സംബന്ധിച്ച് ഇവരെല്ലാം റീറ്റെയിൽ സ്റ്റോറുകളെല്ലാം ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റോ ബ്ലിങ്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല ബിസിനസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് സത്യം പറയട്ടെ, നമുക്ക് കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാൻ ഒരു കൂട്ടർക്ക് മടിയാണ് മെജോറിറ്റി ആൾക്കാർക്കും അല്ലേ. ഇപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യത്തിൽ നമ്മളൊരു ജോലി വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എനിക്ക് കുറച്ച് ഗ്രോസറീസ് വാങ്ങണം അല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കണം. ഫോൺ എടുക്കുന്നു, സ്വിഗ്ഗി ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് കടയിൽ പോയി വാങ്ങുന്നില്ലേ. ഈ ഇറങ്ങണം അല്ലേ, നമ്മളൊന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറണം അല്ലേ. ഷോപ്പിംഗ് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു കംഫോർട്ട് ഡ്രസ്സ് ഇട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളത് പോയി കടയിൽ നിന്ന് പോയി വാങ്ങുന്നു അല്ലേ, ബില്ലടിക്കുന്നു. നമുക്ക് ചിലപ്പോൾ ഒരു മടുപ്പുള്ളവരായിരിക്കും. പക്ഷെ ആ ഒരു സമയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനൊക്കെയാണ് ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട്, സെപ്റ്റോ, ബ്ലിങ്കിറ്റ് പോലുള്ള. സോ അതൊക്കെ ഏറ്റവും നല്ല ബിസിനസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു നാളെ ഫ്യൂച്ചറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള പിന്നെ പല ബിസിനസ്സുകളും ഇപ്പോൾ ഓൺലൈനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ബിസിനസ് ഓൺലൈൻ സെക്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുതിയ ഫാഷൻ സ്റ്റോർ പോലും ഇപ്പോൾ ഓൺലൈൻ സെക്ടേഴ്സിലാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നമുക്ക് നല്ലൊരു ലോജിസ്റ്റിക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ സാധനം എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. ഇപ്പോൾ പലരും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായിട്ട് വരുന്നൊരു കാര്യമാണ് ഈ ഗിഫ്റ്റ് ഐഡിയാസ് ഒക്കെ അല്ലേ. നമ്മുടെ തന്നെ പോർട്രേറ്റ് വെച്ചുള്ള ഗിഫ്റ്റ് ഐഡിയ അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. എന്ത് ചിലവുള്ളത് ഒന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു പേജ് തുടങ്ങാം, നമ്മുടെ വർക്കുകൾ എക്സിബിറ്റ് ചെയ്യുക. ഇഫ് ദ കസ്റ്റമേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് അല്ലേ, ഓഡിയൻസ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ നമുക്ക് DM ചെയ്യുന്നു. നമ്മൾ നമ്മുടെ പ്രൈസ് അവിടെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നു അല്ലേ, എത്രയാണ് നമ്മുടെ വർക്ക്, അതിൻ്റെ കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്നു. റൈറ്റ് പ്രോഡക്റ്റ് റൈറ്റ് ടൈമിൽ റൈറ്റ് കസ്റ്റമർക്ക് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുക. കഴിഞ്ഞു. ബേസിക്കലി ഇത് നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. സോ അവിടെ ലോജിസ്റ്റിക്സ് ആണ്. ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ കൊണ്ട് കൊടുക്കലല്ല, നമ്മൾ കൃത്യമായിട്ടൊരു പാർട്ട്ണർ ഏൽപ്പിച്ചത് എത്തിക്കുകയാണല്ലോ, സേഫായിട്ട് അത് എത്തിക്കുകയാണെന്നുള്ളതാണ്. റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് റൈറ്റ് ക്വാളിറ്റിയിൽ എത്തിക്കുക, സേഫ്റ്റി പോലത്തുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്ത് ആ പ്രൊഡക്റ്റ് അതേ രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പേജ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇന്നൊരു ബിസിനസ് തുടങ്ങാം. ഐഡിയാസും ക്രിയേറ്റീവ് മൈൻഡും കഷ്ടപ്പെടാനും സ്മാർട്ട് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഏതൊരാൾക്കും ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖല ഉപയോഗിച്ച് പുതിയ സ്റ്റാർട്ടപ്സ് തുടങ്ങാം, ഒരു പുതിയൊരു ഓണ്ടർപ്രണർ. സോ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ എപ്പോഴും ഒരു ജോലി കിട്ടുക എന്നുള്ള സെക്ടറിൽ മാത്രം ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അല്ല, നല്ല ബിസിനസ് നമുക്ക് തന്നെ ഐഡിയാസ് ഉണ്ടാക്കാം. ജോലി കിട്ടില്ലെങ്കിൽ നമ്മൾ ജോലി കൊടുക്കുന്ന ആൾക്കാരായി മാറാം. ഏറ്റവും നല്ല അവസാനം നമുക്ക് കിട്ടും. ഈ പറഞ്ഞ സെപ്റ്റോ ബ്ലിങ്കിറ്റ് ഒക്കെ എനിക്കറിയാം ഇനി ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ്. ഇത് ഒരുപാട് ഫാഷൻ ഇൻഡസ്ട്രി നമ്മുടെ ഇപ്പോൾ ഗ്രോത്ത് ഉണ്ട് ഇന്ത്യയിൽ. ഇപ്പോൾ ഒരുപാട് പുതിയ ബ്രാൻഡുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ബ്രാൻഡുകളാണ് സ്നിച്ച് ആൻഡ് റെയർ റാബിറ്റ് പോലത്തെ ക്ലോത്തിങ് ബ്രാൻഡ്സ്. സോ അവരൊക്കെ ലൈക്ക് ഇത്രയും ഗ്രോത്ത് വരാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ അവരുടെ ഓൺലൈൻ ബിസിനസ്സൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഓൺലൈൻ ബിസിനസ് അവർക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് പഠിച്ചത് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം. സോ ലോജിസ്റ്റിക്സ് ഇല്ലാത്തൊരു ബിസിനസ് ഉണ്ടോ എന്ന് വെച്ചാൽ ലിറ്ററലി ഇല്ല. അഗ്രികൾച്ചർ മുതൽ കൃഷി മുതൽ ഒരു മൾട്ടിനാഷണൽ ലെവലിൽ വരെയുള്ള കമ്പനീസിൽ വരെ ലോജിസ്റ്റിക്സ് ഉണ്ട്. അവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. സോ
നമ്മൾ പഠിക്കാന്നുള്ളതാണ്, നമ്മൾ അറിയാതിനെ കുറിച്ച്. ചുമ്മാ നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയ കോഴ്സ് കൊണ്ട് ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു വീഡിയോ ചിലപ്പോൾ 10-15 മിനിറ്റ് കാണുമായിരിക്കും. അതാണ് ഒരുപാട് പേര് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എക്സാക്ട് ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രമല്ല, നമ്മുടെ കുറച്ച് നേരം സംഭാഷണം കണ്ടുകൊണ്ട് മാത്രമേ എല്ലാം അറിയണമെന്നില്ല. നിങ്ങൾ വീണ്ടും സെർച്ച് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക, അതിനെക്കുറിച്ച് അറിയുക. ഇത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് വായിക്കുക, ഇതിനെക്കുറിച്ചുള്ള കോഴ്സുകൾ ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ മാക്സിമം അപ്ഡേറ്റഡ് ആവുക. വൺസ് ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം അപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു നമ്മൾ ജോലി ഇട്ട് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് ഇനി ഒന്നുമില്ല സുഖമായി എന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം അവിടെ നിന്ന് പിന്നെയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിച്ചാണ് നമ്മൾ നല്ലൊരു പൊസിഷൻ അല്ലെങ്കിൽ നല്ലൊരു മാനേജറിയൽ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നൊരു മേഖല, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് തരുന്നൊരു മേഖലയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മേഖലയിലേക്ക് വരുന്ന കുട്ടികൾ മനസ്സിലാക്കട്ടെ ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റീസും ഇതിന്റെ സാധ്യതകളും അല്ലെ. അത്രയും നല്ലൊരു മേഖലയാണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓണ്ടർപ്രണർഷിപ്പിന് ചാൻസ് ഇല്ല, മോർ ദാൻ എംപ്ലോയി എന്നുള്ളതിനേക്കാൾ ഒരു എംപ്ലോയർ ആവാൻ ചാൻസ് ഇല്ല, ഒരുപാട് എക്സിസ്റ്റൻസ് ഉള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതെ, നിലനിൽപ്പാണ്. വല്ലാത്തൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഈ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ജോലി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രൊഡക്ഷനിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനുഫാക്ചറിങ് സെക്ടറിലേക്കോ ഷിപ്പിങ്ങിലേക്കോ മാത്രമല്ല കേട്ടോ, ഒരു ഇവന്റ് മാനേജ്മെന്റ് പറയാനല്ലേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സർവീസ് പ്രൊവൈഡർ ഒരു തേർഡ് പാർട്ടി ആവാം. ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻസ് വരുന്നൊരു നാടാണ് അല്ലേ, രാജ്യമാണ് ഇന്ത്യ. എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും അല്ലേ. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മരിക്കുന്ന പോലെ സെലിബ്രേഷൻസ്. സോ അവിടെ എല്ലാം ഉള്ളൊരു സാധനമാണ് ഇവന്റ് അല്ലേ, പരിപാടിയാണ്. അപ്പോൾ ഈ പരിപാടി കോർഡിനേറ്റ് അല്ലെങ്കിൽ ഇവന്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് പോലും ഒരു ലോജിസ്റ്റിക്സ് ആണ്. കാരണം നമുക്കൊരു ഇവന്റ് നടത്തുന്നുണ്ട്, ഒരു കല്യാണം ആയിക്കോട്ടെ, കല്യാണത്തിന് എന്തൊക്കെ ഡെക്കറേഷൻസിന് ആൾക്കാർ വേണം അല്ലേ, കാറ്ററിംഗ്, ക്യാമറ, പിന്നെ ഇപ്പോൾ വീഡിയോഗ്രാഫിയാണ്. ഇപ്പം നമ്മൾ അതിന് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് പലരും പോകുന്നുണ്ട് അല്ലേ. സോ ഇതൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആര് വേണം, അതിനനുസരിച്ചുള്ള ഒരു പക്ക കോർഡിനേറ്റർ ആവശ്യം. ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിലാണ് ഈ കാര്യം നടക്കുള്ളൂ. ഒരു ക്യാമറാമാൻ വേണം, ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന ആൾക്ക് ടീം വേണം. ഇതൊക്കെ പിന്നെ ഇവന്റ്സ് പരിപാടികളല്ല. ചിലപ്പോൾ പല കല്യാണങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പരിപാടികളുണ്ടാവില്ല. നമ്മൾ സെലിബ്രിറ്റീസിനെ നമ്മുടെ മുകേഷ് അംബാനിയുടെ മകന്റെ വെഡിങ് അല്ലേ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു വെഡിങ് എന്നൊക്കെ പറയാം, പല സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നു. സോ അവിടെ അതിന്റെ പിന്നിലെ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് ഒന്ന് ആലോചിച്ചു, അത് മാനേജ് ചെയ്ത ആള് അയ്യോ ആക്ടിവിറ്റീസ് ആണ്. കാരണം അത്രയും വലിയ സെലിബ്രിറ്റീസ് വരാണ്, അവർക്ക് ഒരു അവരുടെ ഓരോ കാര്യങ്ങളും നോക്കി അവർക്ക് ഫംഗ്ഷൻ ഒരു സക്സസ് ആക്കുക. അതും ആക്ച്വലി ലോജിസ്റ്റിക്സ്. അത് കോർഡിനേഷൻ അല്ല, ആ കോർഡിനേറ്റ് ചെയ്യുക പരിപാടികൾ, അത് കറക്റ്റായിട്ട് ഒരു കുറവും വരുത്താതെ കൊണ്ടുപോകാന്ന് പറയുന്നത് ആക്ച്വലി ലോജിസ്റ്റിക്സ് ആണ്. സോ ഈ കോർഡിനേഷൻ നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമുള്ള കാര്യമല്ല, ഒരിക്കലും എളുപ്പമല്ല. തലവേദന പിടിച്ച ഈ പരിപാടി നമുക്ക് വേറില്ലെന്ന് തോന്നും. പക്ഷെ അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ സക്സസ്ഫുൾ ആവാനും അറ്റ് ദ സെയിം ടൈം നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. നമുക്ക് ഏതൊരു ജോലി ചെയ്താലും നമ്മൾ അൾട്ടിമേറ്റ്ലി പ്രതീക്ഷിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ. നമുക്കൊരു തൃപ്തി തോന്നും, ഓക്കെ ഈ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്നല്ലേ. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരുപാട് ജോലികളുള്ള ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കുക, ഇതിനെക്കുറിച്ച് അറിയുക, ലിമിറ്റഡ് നോളജ് വെക്കരുത്. അതെ, ഇനി ഇതിലേക്ക് വരുന്നവർ മനസ്സിലാക്കട്ടെ ഇതിൻ്റെ ഒരു സാധ്യതകൾ. സോ നമ്മൾ മനസ്സിലാക്കുക, ബേസ് ലെവലിൽ നിന്ന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. ഏതൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബേസ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക, അപ്ഡേറ്റഡ് ആവുക, മുന്നോട്ട് പോവുക, നല്ലൊരു ലെവലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ നല്ലൊരു ഡിസ്കഷൻ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ. നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റി, കുറച്ചധികം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എനിക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു. ലെറ്റ്സ് വൈൻഡ് അപ്പ് അല്ലേ.